إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മുടെ റബ്ബ് ആകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിലുള്ള സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ജീവിതം അവസാനം വരെയും മുൻപോട്ടു പോകണമേ എന്ന് ആദ്യമായി തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. പരലോകത്തെ ഒരു രംഗത്തെക്കുറിച്ച് അല്ലാഹു ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. യുനബ്ബഉൽ ഇൻസാൻ, മനുഷ്യനെ അറിയിക്കപ്പെടും, അവനോട് പറയപ്പെടും, അവൻ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും. യൗമഇദിൻ, അന്നത്തെ ആ ദിവസം. എന്ത് കാര്യങ്ങളാണ്? ബിമാ ഖദ്ദമ, അവൻ ചെയ്തു വച്ചതിനെ കുറിച്ച്. ദുനിയാവിലെ ജീവിതത്തിൽ അവൻ പ്രായപൂർത്തിയായത് മുതൽ അവൻ ചെയ്ത നന്മകൾ മാത്രമല്ല തിന്മകളും, ഇത് രണ്ടും ഒരു മനുഷ്യനെ അറിയിച്ചു കൊടുക്കുന്നതാണ് നാളെ അല്ലാഹു പരലോകത്ത്. അതിന്റെ കൂടെ തന്നെ വമാ അഖർ, അവൻ ചെയ്ത നന്മകളെ അതുപോലെ തന്നെ ചെയ്ത തിന്മകളെ കഴിഞ്ഞില്ല. വമാ അഖർ, ചെയ്യാൻ കഴിഞ്ഞിട്ടും പിന്തിച്ചു വെച്ച അലസത കാരണം, മടി കാരണം, ഒരുപക്ഷെ അറിവില്ലായ്മ കാരണം അവൻ പിന്തിച്ചു വെച്ച കാര്യങ്ങൾ പോലും അവൻ അറിയിക്കപ്പെടും. അതുകൊണ്ട് നന്മകളെ സംബന്ധിച്ച് നാം അറിവില്ലാത്തവരായി തീരരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് മുന്നേറാൻ മടിയുള്ളവരായി മാറരുത്. വഹു പറഞ്ഞില്ലേ, വഹും യസ്തരിഖൂന ഫീഹാ, ഒരു കൂട്ടം ആളുകളെ കുറിച്ച്, അവർ നരകത്തിൽ കിടന്ന് മുറവിളി കൂട്ടും. എന്താണ് അവർ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നത്? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, ഇതിൽ നിന്നൊന്ന് ഞങ്ങളെ പുറത്താക്കിത്താ, ഒന്ന് പുറത്തെടുത്തുതാ, നഅമൽ സാലിഹ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം, സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇഹലോക ജീവിതത്തിൽ ഞങ്ങൾ തിന്മയിൽ വിരാജിച്ചിരുന്നതിനു പകരമായി ഞങ്ങൾ നന്മയിൽ മുന്നേറിക്കൊള്ളാം. അവലം നുഅമ്മിർകും, അവരോട് അല്ലാഹു പറയുന്നുണ്ട്, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ, ആലോചിക്കുന്നവൻ ആലോചിച്ച് മനസ്സിലാക്കാനായി ആയുഷ് ഞാൻ നിനക്ക് നീട്ടിയിട്ട് തന്നില്ലായിരുന്നോ? ഒരായുഷ്കാല ജീവിതം ഈ ഭൂമിയിൽ കഴിച്ചു കൂട്ടിയില്ലായിരുന്നോ? വജാഅകുമുൻ നദീർ, താക്കീതുകാരൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞ് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ നാട്ടിലെ ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ഇതുപോലുള്ള മിമ്പറുകളിൽ നിന്ന് പല കാര്യങ്ങളും താക്കീത് ചെയ്തില്ലായിരുന്നോ? അല്ലാഹു പറഞ്ഞു, റസൂൽ പറഞ്ഞു, അല്ലാഹു കൽപ്പിച്ചു, റസൂൽ കൽപ്പിച്ചു. ആ സമയം ചെവി കൊള്ളാതെ ഇപ്പോൾ വന്ന് വീണ്ടും ഒരു അവസരം ചോദിക്കുകയാണോ? ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഫദൂഖു, അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക ഈ ശിക്ഷ. ഫമാലി ളാലിമീന മിൻ നസീർ, ദുൽമു ചെയ്തവർക്ക് യാതൊരു സഹായിയും ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാ ഈ റമളാനിൽ നാം നമ്മോട് തന്നെ ചോദിക്കുക, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മുന്നേറിയവരുടെ കൂട്ടത്തിലാണോ
അതോ കുറവ് വരുത്തിയവരുടെ കൂട്ടത്തിലാണോ? ഈ റമദാനിലെ എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്ന കാര്യമാണ്. ഇങ്ങനെ വിളിച്ചു പറയപ്പെടും, നന്മ ഉദ്ദേശിക്കുന്നവനെ, നന്മ ആഗ്രഹിക്കുന്നവനെ നീ മുന്നിട്ട് വാ, തിന്മയുടെ ആളുകളെ നിങ്ങളത് അവസാനിപ്പിക്ക്. ഇതെല്ലാ രാത്രിയും നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ടതുണ്ട്. നന്മയിലേക്ക് മുന്നേറാനും തിന്മ അവസാനിപ്പിക്കാനും അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ചോദിക്കാനും. അല്ലാഹുവിന് ഓരോ രാത്രിയിലും നരകമോചനം നൽകുന്ന ആളുകളുണ്ട്. അല്ലാഹു നരകമോചനം നൽകുന്ന ആളുകളുണ്ട്. ഈ ഒരു കാര്യം നീ അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാത്രിയും വരുമ്പോൾ അതിൽ ഉൾപ്പെടാൻ നീ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്ക്. അശ്രദ്ധയിലാവല്ല. അള്ളാഹുവും റസൂലും ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നീ മനഃപ്പാടമാക്കൽ കാര്യങ്ങൾ അതിന്റെ സമയത്ത് ഓർത്തെടുക്കാൻ നിന്നെ സഹായിക്കും. നിന്റെ മലയാള ഭാഷയിൽ തന്നെ അത് മനഃപ്പാടമാക്ക്, ഈ പറഞ്ഞ ഹദീസുകളും ആയത്തുകളുമെല്ലാം. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത അറിഞ്ഞവരാണ് നാം. ഈ സമയത്ത് അത് ഓർമ്മ പുതുക്കൽ ഇബാദത്തുകളിൽ മുന്നേറാൻ നമ്മെ ഏറെ സഹായിക്കുന്നതാണ്. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കഠിനാധ്വാനം നടത്തിയിരുന്നു എന്നത് തന്നെയാണ് ഈ ദിവസങ്ങളുടെ പോരിശയായി നമുക്ക് പറയാനുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കാന യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിർ, അവസാന 10 ദിനങ്ങളിൽ അവിടുന്ന് കഠിനമായി പരിശ്രമിക്കുമായിരുന്നു. മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി, മറ്റൊരു ദിനത്തിലും പരിശ്രമിക്കാത്ത വിധം. അള്ളാഹുവിന്റെ റസൂൽ അവസാന 10 പരിശ്രമിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക. ഏതൊരു സമയത്തും ഏതൊരു സ്ഥലത്തും എന്ത് ഇബാദത്താണ് നമുക്ക് ചെയ്യാനുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ എന്തു ചെയ്തോ അതാണ് അവിടെ നാം ചെയ്യേണ്ട ഇബാദത്ത്. അതിനാൽ ഈ 10 ദിവസങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായി പരിശ്രമിച്ചു എന്നത് നമുക്ക് തെളിവായി മതിയായതാണ്. ഈ ദിനത്തിന്റെ ശ്രേഷ്ഠതയായി അറിയാനും അതുപോലെ തന്നെ നമുക്ക് അതിനു വേണ്ടി പണിയെടുക്കാനും ഈ ഒരു ഹദീസ് മതിയായതാണ്. രണ്ടാമത്തേതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിവസങ്ങൾക്ക് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. അത് ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, കാന യഅ്തകിഫു ഫിൽ അശ്രിൽ അവാഖിർ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ അവിടുന്ന് ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. എന്താണ് ഇഅ്തികാഫ്? പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടൽ, പുറത്തു പോവാതെ പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടൽ. നിന്റെ ഖൽബ് കൊണ്ട് അല്ലാഹുവുമായി സകല സൃഷ്ടികളിൽ നിന്നും ബന്ധം വിച്ഛേദിച്ച് അള്ളാഹുവുമായി കഴിഞ്ഞുകൂടൽ. അതുകൊണ്ട് തന്നെ ഇഅ്തികാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക എന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പരമപ്രധാനമാണ് സമയം പാഴാക്കുന്ന ആളുകളുടെ കൂടെ കൂടാതിരിക്കുക എന്നത്. പ്രത്യേകിച്ചും യുവാക്കൾ, നാം ഓരോ ഗ്യാങ് ആയിരിക്കും, ഓരോ കൂട്ടമായിരിക്കും, ഇന്ന ആളുടെ കൂട്ടത്തിലായിരിക്കും. ഇത് പള്ളിയിൽ പ്രത്യേകിച്ചും അവസാന ദിവസങ്ങളിൽ നീ ഒറ്റയ്ക്ക് ഒരു മൂലയിൽ ഇരിക്കുക, ഒരു സ്ഥലത്ത് ഇരിക്കുക. പ്രത്യേകിച്ചും ഹറാമുകളിലേക്ക് നിന്നെ എത്തിക്കുന്ന കൂട്ടങ്ങളാണെങ്കിൽ അതൊരു പക്ഷെ ഹറാം ആവണം എന്നില്ല. അനാവശ്യമായി സമയം ചെലവഴിക്കാൻ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി ഹോട്ടലുകളിലും മറ്റും സമയം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്ന സൗഹൃദമാണെങ്കിൽ പോലും അതുപോലും ഉപേക്ഷിക്കുക. അല്ല, അങ്ങനത്തെ സൗഹൃദം ഒന്നും തന്നെ ഒരു മുഅ്മിനിന് യോജിച്ചതല്ല. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു മുസ്ലിമാണ് എന്നതുപോലും അങ്ങേ അടുത്ത സുഹൃത്താക്കി വെക്കാൻ മാനദണ്ഡമല്ല. മറിച്ച് ഏറ്റവും അടുത്ത സുഹൃത്തായി നാം സ്വീകരിക്കേണ്ടത് ആരെയാണ്? അല്ലാഹു പറഞ്ഞില്ലേ, ഫമിൻഹും വാലിമുൻ ലിനഫ്സി, മിനിങ്ങളിൽ തന്നെ ഹറാമുകളിൽ ചെയ്ത് സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തു പോയ ആളുകളുണ്ട്. ഫമിൻഹും മുഖ്തസിദ്, ഇതിൽ മധ്യമ രീതി സ്വീകരിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളിൽ തന്നെ സാബിഖുൻ ഇലൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നന്മകളിൽ മുന്നേറുന്ന ഈ കൂട്ടരുമായിട്ടാണ് നാം അടുത്ത ബന്ധം വെച്ച് പുലർത്തേണ്ടത്, നമ്മുടെ അടുത്ത സുഹൃത്തായി സ്വീകരിക്കേണ്ടത്. അത് നമ്മുടെ ഇബാദത്തിൽ തന്നെ മാറ്റം വരുത്തുന്നതാണ്. അതുകൊണ്ട് സുഹൃത്ത് ബന്ധങ്ങൾ പ്രത്യേകിച്ചും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മെ നന്മയിൽ നിന്നും തടുക്കുന്നതാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി പരിപൂർണമായി ഉപേക്ഷിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. മൂന്നാമത്തെ ശ്രേഷ്ഠതയായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽ അശ്ർ ശദ്ദ മിഅ്സറഹു, അവസാനത്തെ 10 ദിനങ്ങളിലേക്ക് പ്രവേശിച്ചാൽ അവിടുത്തെ അരയുടുപ്പ് ഉറപ്പിക്കാറുണ്ടായിരുന്നു. അരയുടുപ്പ് ഉറപ്പിച്ച് കെട്ടാറുണ്ടായിരുന്നു. ഇതിന്റെ ഉദ്ദേശമായിക്കൊണ്ട് സ്ത്രീകളിൽ നിന്നും അവിടുത്തെ ഭാര്യമാരിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് ഇബാദത്തിൽ മാത്രമായി മുഴുകാറുണ്ടായിരുന്നു. നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ ഭാര്യമാരുടെ അവകാശം എത്രത്തോളം വകവെച്ച് നൽകിയവരാണെന്ന്. എന്നാൽ ഈ 10 ദിവസങ്ങളിൽ അതുപോലും മാറ്റിവെക്കുകയാണ്, അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വഅഹ്യ ലൈലഹു, രാത്രി ജീവിപ്പിക്കുമാറുണ്ടായിരുന്നു. ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, രാത്രി പരിപൂർണമായി ഒരാൾക്ക് സാധ്യമാകുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക.
പരിപൂർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്ന ഇബാദത്തുകൾ എന്താണോ അത് ആ രാത്രി ചെയ്തുകൊള്ളുക. സ്വന്തം കാര്യം മാത്രമായിരുന്നില്ല, മറിച്ച് തന്റെ കുടുംബത്തെയും വിളിച്ചുണർത്തുമായിരുന്നു രാത്രി നിസ്കാരത്തിനായിക്കൊണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾ അവസാന 10ലേക്ക് പ്രവേശിക്കുമ്പോൾ നാമും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇബാദത്തുകളിൽ മുന്നേറാൻ കുറച്ച് തീരുമാനമെടുക്കുക. രാത്രി സാധ്യമാകുന്നത്ര കഴിച്ചു കൂട്ടുക, തന്റെ കുടുംബത്തെയും ഇതിൽ പങ്കെടുപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ നാമും ശ്രദ്ധിക്കേണ്ടതുണ്ട്. 4ാമത്തെ ശ്രേഷ്ഠതയായി ഈ 10 ദിനങ്ങൾക്ക് മതിയായതാണ്. ഈ ദിനങ്ങളിലെ ഒരു രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്ർ നിശ്ചയിച്ചത് എന്നത്. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. അല്ലാഹു ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് ലൈലത്തുൽ ഖദ്റിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്താണ്, അതെന്താണെന്ന് നിനക്ക് എന്തറിയാം? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ അത് 1000 മാസത്തേക്കാൾ ഉത്തമമായതാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് എത്രത്തോളം നാം ചിന്തിച്ചിട്ടുണ്ട്? പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് നാം, ശമ്പളം വാങ്ങുന്നവരാണ് നാം. നമ്മുടെ മേലുദ്യോഗസ്ഥനെങ്കിൽ നമ്മുടെ മുതലാളി നമ്മോട് പറയുകയാണ്, ഇതായി വരുന്ന 10 ദിവസങ്ങളിൽ ഞാനൊരു രാത്രി ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏത് രാത്രിയാണെന്ന് ഞാൻ നിനക്കത് പറഞ്ഞു തരുന്നില്ല. ആ രാത്രി നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നീ വൃത്തിയായി ഭംഗിയായി ഒരു കുറവും വരുത്താതെ ചെയ്യുകയാണെങ്കിൽ 1000 മാസത്തെ നിന്റെ ശമ്പളം ഞാൻ നിനക്ക് ഒറ്റയടിക്ക് തരും എന്ന് പറഞ്ഞാൽ, സഹോദര, ആ രാത്രി നാം ഉറങ്ങുമോ? ദുനിയാവിന്റെ കാര്യങ്ങളിൽ ആയിക്കൊണ്ട് ഉദാഹരണം കേൾക്കുമ്പോൾ നമുക്കതിന്റെ പ്രാധാന്യം ഒന്നുകൂടെ മനസ്സിലാവുകയാണെങ്കിൽ, സഹോദര, നാം കുറവ് വരുത്തിയവരുടെ കൂട്ടത്തിലാണോ എന്ന് ചിന്തിച്ചു നോക്കുക. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ഉത്തമമായ ദിനമാണ്. ഇബാദത്തുകൾ പ്രവർത്തിച്ചാൽ അത്രയുമേറെ പ്രതിഫലമാണ് നിന്നെ കാത്തിരിക്കുന്നത്. ഏകദേശം ഒരു ആയുഷ്കാലത്തെ 80ഓളം വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ വാക്ക് നീ നിസ്സാരമാക്കി കളയല്ലേ. അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഓഫർ, അതിനോട് നീ മുഖം തിരിഞ്ഞു നിൽക്കല്ലേ. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതൊരു ഇബാദത്തുകളും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ്. അള്ളാഹു പറഞ്ഞില്ലേ ഖുദ്സിയായ ഹദീസിലൂടെ, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈ. എന്റെ അടിമ എന്നിലേക്ക് അടുക്കുന്നില്ല, ഹബു ഇലയ്യ മിമ്മ ഇഫ്തറൽതുഹു അലൈഹി. ഞാൻ അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുക്കുന്നത് പോലെ മറ്റൊരു കാര്യത്തിലൂടെയും അവൻ എന്നിലേക്ക് അടുക്കുന്നില്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല വഴി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം സുന്നത്തുകളേക്കാൾ ഫർളുകളാണ്. അതുകൊണ്ട് ആ രാത്രിയിലെ മഅരിബും ഇശാവും സഹോദരങ്ങൾ ഒരു കാരണവശാലും അതിൽ കുറവ് വരുത്തിക്കൂടാ. ആ രാത്രിയിലെ നിർബന്ധമായ കർമ്മമാണ്. ആ രാത്രിയിൽ ഹറാമുകൾ ഒഴിവാക്കലാണ് ഏറ്റവും മുൻഗണന നാം നൽകേണ്ടത്. ഇത് ചില ആളുകൾ അശ്രദ്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ ഇമാമിന്റെ കൂടെ നിസ്കാരം പൂർത്തിയാക്കുക. ഇമാമിന്റെ കൂടെ രാത്രി നിസ്കാരം പൂർത്തിയാക്കിയാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലമാണ്. ഈ 2 കാര്യങ്ങൾ ലൈലത്തുൽ ഖദ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമാം ബുഖാരി അതുപോലെ തന്നെ മുസ്ലിമും ഉദ്ധരിച്ച ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10ൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചു കൊള്ളുക. 10 ദിവസമാണ് സഹോദര. അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിൽ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ പണ്ഡിതന്മാർ മൊത്തത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഏത് രാത്രിയാവാനും സാധ്യതയുണ്ട്. അതിനാൽ ഒരു രാത്രിയും നിസ്സാരമായി കാണാതെ അതിൽ കഠിനമായി അധ്വാനിച്ചു കൊള്ളുക. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞതായി കാണാം, ലൗ അറഫ്തു അയ്യ ലൈലത്തിൻ ലൈലത്തുൽ ഖദ്ർ മാ സഅൽതുല്ലാഹ ഫീഹാ ഇല്ല അൽ ആഫിയ. ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ആഫിയത്ത്, തന്റെ ദീനിൽ പ്രശ്നമില്ലാതിരിക്കൽ, ശാരീരികമായും മറ്റും ദുനിയാവിലും സൗഖ്യമുണ്ടാവൽ, പ്രത്യേകിച്ചും ദീനിൽ പ്രശ്നമില്ലാതെ മരണം വരെ ജീവിക്കാൻ കഴിയൽ, ആഫിയത്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെ മാതൃകയാക്കി, മുൻഗാമികളെ മാതൃകയാക്കി നമ്മുടെ ദുആയിൽ ആഫിയത്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അവർ തന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചതായി കാണാം, ഇൻ വഫഖ്തു ലൈലത്തുൽ ഖദ്ർ മാ അഖൂൽ. ലൈലത്തുൽ ഖദ്ർ ആ രാത്രിയിൽ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതായി കാണാം, തഖൂലീൻ
നീ പറഞ്ഞുകൊള്ളുക, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പാപങ്ങൾ ഏറെ പൊറുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫു, പാപമോചനം, പാപങ്ങൾ പുറത്തു തരാൻ നീ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, അതിനാൽ നീ എനിക്ക് പുറത്തു തരണമേ, പാപങ്ങൾ മുഴുവനായി എന്നിൽ നിന്ന് മായ്ച്ചു തരണമേ. ഈ ദുആയും അതുപോലെ തന്നെ ആഫിയത്തും, ഇത് രണ്ടും നാം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം നാം ചെയ്യുന്നില്ലെങ്കിൽ കൂടെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ സംഭവിച്ചിട്ടുള്ള ഒരു ബിദ്അത്താണ് ബദർ ദിനാചരണം. ബദർ നടന്ന ദിനം എന്ന പേരിൽ, ബദരീങ്ങളുടെ പേരിൽ പലതും നേർച്ചയാക്കുക, അവർക്ക് വേണ്ടി അറുക്കുക. സഹോദരങ്ങൾ, ഏതൊരു ഇബാദത്തും അത് അല്ലാഹുവിനു വേണ്ടി മാത്രമായിരിക്കണം. ഇതറിയിക്കുന്ന ആയത്തുകളും ഹദീസുകളും സുലഭമാണ്. എന്നിട്ടും ഈ ഉമ്മത്തിൽ എന്തുകൊണ്ട് ഈ ആളുകൾക്ക് സംഭവിച്ചു പോയത് എന്ന് അത് അതിശയമുണ്ടാക്കുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത ആ ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, ആ സന്ദർഭത്തെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞില്ലേ, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. ബദരീങ്ങളോടുള്ള ആയത്താണിത്, ബദറിൽ പങ്കെടുത്തവരോടുള്ള ആയത്താണിത്. ഇദ് തസ്തഗീസൂന റബ്ബക്കും, ബദറിൽ നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിച്ച സന്ദർഭം, ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. ആരോട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. ആർ? ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്തവർ. പിന്നെ മുസ്ലിമെ, പ്രയാസം വരുമ്പോൾ ബദരീങ്ങളെ എന്ന് വിളിക്കാൻ എന്ത് തെളിവാണ് നിനക്കുള്ളത്? അല്ലാഹു പറയുന്നു, ഇത് തസ്തഗീസൂൻ, ബദരീങ്ങൾ ആരോട് സഹായം തേടി? റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്. ഫസ്തജാബ ലക്കും, അല്ലാഹു അവർക്ക് മറുപടി നൽകുകയും ചെയ്തു, അവരുടെ ദുആ സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഏതൊരു ഇബാദത്തും, ഇബാദത്തിലേറെ പ്രാധാന്യമുള്ള ദുആ ആകട്ടെ, നേർച്ചയാകട്ടെ, അറവാകട്ടെ, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്തുകളാണ്. അല്ലാഹുവിന് നൽകേണ്ട ആ ഇബാദത്തുകളിൽ സൃഷ്ടികളെ സമന്മാരാക്കുക എന്നത് ശിർക്കാണ്. അതേറെ ഗൗരവം നിറഞ്ഞ തിന്മയാണ്. അതുകൊണ്ട് ഇതിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക, നമ്മുടെ ബാധ്യത നാം നിർവഹിക്കുക. അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും എത്തിച്ചു കൊടുക്കലാണ് നമ്മുടെ ബാധ്യത. കാലങ്ങളായി പറയുന്നു, അതേ പറയലാണ് നിന്റെ ബാധ്യത. അവർ കേട്ടാലും ഇല്ലെങ്കിലും നിന്റെ റബ്ബിന്റെ അടുക്കൽ നാളെ നിനക്ക് ഉദ്ർ പറയാൻ നീ പറഞ്ഞേ തീരൂ. അതുകൊണ്ട് തന്നെ ബിദ്അത്തായ കാര്യങ്ങൾ, കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തും അവസാനം നരകത്തിൽ ചെന്ന് പതിക്കുന്നതാണ്, ആ വ്യക്തിയെ നരകത്തിൽ എത്തിക്കുന്നതാണ്. ഇത് ആവർത്തിച്ച് കേൾക്കുന്ന ഒരു മുസ്ലിം ബിദ്അത്തിനെ സംബന്ധിച്ച് സദാ എല്ലാ ആഴ്ചയും അല്ലാഹുവിന്റെ റസൂൽ തന്റെ അനുയായികളെ ജാഗരൂകരാക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് നാം ഇത് നിസ്സാരമായി കണ്ടുകൂടാ. പാപങ്ങളുടെ കാര്യത്തിൽ വൻപാപങ്ങളെക്കാൾ ഗൗരവമുള്ള കാര്യമാണ് ബിദ്അത്തുകൾ എന്നത്. നോക്കൂ, പാപങ്ങളുടെ കാര്യത്തിൽ ഒരു സഹാബി പറഞ്ഞതായി കാണാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളോട്, താബികളോടായിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മുടിനാരിനേക്കാൾ നേർത്തതായിട്ടാണ് നിങ്ങൾ അത് കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ അത്രയും നിസ്സാരമായി ഒരു മുടിനാരിനേക്കാൾ നേർത്തതായിട്ടാണ് നിങ്ങൾ അത് കാണുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങൾ അത് വൻ പാപങ്ങളായിട്ടാണ് കണ്ടിരുന്നത്. നോക്കൂ, താബികളുടെ കാലത്താണ്. അനസ് ബിൻ മാലിക്, അദ്ദേഹം ആയുസ് നീട്ടപ്പെട്ട സ്വഹാബിയാണ്, അവസാനമായി മരിച്ച സ്വഹാബിയാണ്. അവിടുന്ന് മരിച്ച അല്പമായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ആളുകൾ ഹറാമുകളെ നിസ്സാരവൽക്കരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് ഈ കാര്യം അറിയിക്കുന്നുണ്ട്. എങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ആളുകളെ ബോധവാന്മാരാക്കുക, നമ്മൾ സ്വയം ബോധവാന്മാരാകുക. ഹറാമുകൾ, പ്രത്യേകിച്ചും ബിദ്അത്തുകളുടെ കാര്യത്തിൽ, അതിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ കാര്യത്തിൽ, അത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉണർത്തുന്നതിന്റെ കാര്യത്തിൽ, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൽപ്പിക്കുന്നതിന്റെ കാര്യത്തിൽ നാം അശ്രദ്ധയിലായിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അതിലുണ്ടാകുന്ന പ്രയാസത്തിൽ ക്ഷമിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله
وعلى آله وأصحابه أجمعين ما بعد. സഹോദരങ്ങളെ, ദീനിൽ നമ്മുടെ അറിവ് എത്രത്തോളം കുറവാണോ അത്രത്തോളം പിശാച് നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ വഹയ്, അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ, ഖുർആനിലെ ആയത്തുകൾ എത്രത്തോളം നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ എത്രത്തോളം നമുക്കറിയാം, അത്രത്തോളം നാം ആയുധസന്നരാണ് പിശാചിനെതിരെ, അവന്റെ വസ്വാസുകളെ നേരിടാൻ നമുക്ക് അത്രത്തോളം സാധ്യമാകും. അറിവില്ല എങ്കിൽ നിസ്സാരമായ ചില ന്യായീകരണങ്ങൾ വസ്വാസായി വരുമ്പോഴേക്കും അതിൽ കടിച്ചു തൂങ്ങി നാം അള്ളാഹുവിനെ ധിക്കരിച്ചു പോയേക്കാം. അതുകൊണ്ട് ദീൻ പഠിക്കാൻ മുന്നിട്ടിറങ്ങുക. ആയുസിന്റെ കാര്യത്തിൽ, തന്റെ യുവത്വത്തിന്റെ കാര്യത്തിൽ വെട്ടിത്തിളങ്ങുന്ന കറുകറുത്ത നിന്റെ മുടിയുടെ കാര്യം അത് ചിന്തിച്ചുകൊണ്ട് നീ അശ്രദ്ധനായി പോകരുത്. പണ്ഡിതന്മാർ ഓർമ്മിപ്പിച്ചതുപോലെ വാർദ്ധക്യം വന്ന് മരിച്ചവരെക്കാൾ കൂടുതൽ യുവാക്കളാണ് മരിച്ചു പോയിട്ടുള്ളത്. അതാണ് യാഥാർത്ഥ്യം. ചുറ്റും നോക്കിയാൽ അതാണ് യാഥാർത്ഥ്യം. അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തി മരിക്കുന്നതിനേക്കാൾ യുവത്വമാണ് മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയുസിന്റെ കാര്യത്തിൽ ഇനിയും കുറെ ജീവിക്കാനുള്ളതാണ് എന്ന തോന്നൽ നന്മകൾ വൈകിപ്പിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം മറ്റേ ഇബാദത്തുകളുടെ കാര്യത്തിലും നമുക്ക് സഹായകമാണ്. ഈ നിസ്കാരമേ നിനക്കുള്ളൂ എന്ന വിധത്തിൽ നിസ്കരിക്കുക. നോമ്പിന്റെ കാര്യത്തിലാവട്ടെ, ഈ നോമ്പേ നിനക്കുള്ളൂ, ഈ റമളാനെ നിനക്കുള്ളൂ എന്ന് നീ ഉറച്ചു വിശ്വസിക്കുക. കാരണം ഒരിക്കലും മനുഷ്യന് നൽകപ്പെട്ട അറിവിൽപ്പെട്ടതല്ല അവന്റെ ആയുസ് എന്നത്. അതുകൊണ്ട് എന്നാലും സാധ്യതയുണ്ടല്ലോ എന്നൊരു തോന്നൽ നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ഈ റമളാൻ, ഈ വരുന്ന ദിവസങ്ങൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിക്കാതെ അതിൽ വ്യസനം ഉണ്ടാവേണ്ടതുണ്ട്. മുഅ്മിനിന് പറ്റിപ്പോയ ഹറാമുകളിൽ വ്യസനം ഉണ്ടാവേണ്ടതുണ്ട്. മറിച്ച് അത് എന്തിനവന് പ്രേരിപ്പിക്കരുത്. മുൻപോട്ടത് ഇബാദത്തുകളിൽ കുറവ് വരുത്താൻ കഴിഞ്ഞുപോയ അവന്റെ പോരായ്മകൾ അവനെ പ്രേരിപ്പിക്കരുത്. അതുകൊണ്ട് തന്നെ തൗബ ചെയ്തുകൊണ്ട്, അല്ലാഹു പറഞ്ഞില്ല യാ അയ്യുഹല്ലദീന ആമനു തൂബു, മുഅ്മിനീങ്ങളെ തൂബു, അല്ലാഹുവിലേക്ക് മടങ്ങുവിൻ, തൗബതൻ നസൂഹ, നിഷ്കളങ്കമായിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട്, അസാ റബ്ബുകും യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം, വയുദ്ഖലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന ആ സ്വർഗ്ഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചേക്കാം. അതുകൊണ്ട് തൗബ ചെയ്യൂ. അല്ലാഹു പറഞ്ഞില്ലേ തൂബു ഇലല്ലാഹി ജമീഅ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുവിൻ. അയ്യുഹൽ മുഅ്മിനൂൻ, ഓ മുഅ്മിനീങ്ങളെ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാം. അതുകൊണ്ട് തൗബ ചെയ്ത് പറ്റിപ്പോയതിൽ ഉള്ള ഖേദം മുൻപോട്ടുള്ള നന്മയെ തടയാതിരിക്കട്ടെ. തൗബ ചെയ്തുകൊണ്ട് നാളത്തെ ആ വരാനിരിക്കുന്ന ഈ ദിവസത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട്, ഏതു ദിവസം അല്ലാഹു പറഞ്ഞില്ലേ വത്തഖൂ യൗമ, ഈ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ആ ദിവസം, സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ശേഷം ഓരോ നഫ്സിനും, എല്ലാ മനുഷ്യർക്കും അവൻ എന്താണോ ചെയ്തത് അതവന് വീതം വെച്ച് കൊടുക്കപ്പെടുന്നതാണ്, അവന് നിറവേറ്റി കൊടുക്കുന്നതാണ്. വഹും ലാ യുദ്ലമൂൻ, അവരോട് ദുൽമ ചെയ്യപ്പെടില്ല, അക്രമം ചെയ്യപ്പെടുകയില്ല. ചെയ്തത് എന്താണോ, നന്മയാണോ അതിന് അതിന്റെ പ്രതിഫലം, തിന്മയാണോ അതിന് അതിന്റെ പ്രതിഫലം. മാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ആരോടും ദുൽമ ചെയ്യില്ല. അല്ലാഹു റഹ്മാനാണ്, ശരിയാണ്. എന്നാൽ അല്ലാഹു നന്മകളിൽ മുന്നേറാൻ പറഞ്ഞ മുഅ്മിനീങ്ങൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്. ആ വാക്ക് അല്ലാഹു പാലിക്കുക തന്നെ ചെയ്യും. തിന്മകളിൽ മുഴുകിയവന് ആ കാര്യത്തിൽ പ്രതീക്ഷ വെക്കാൻ കഴിയുകയില്ല. കാരണം മുഅ്മിനീങ്ങൾക്ക് നന്മകളിൽ അല്ലാഹു മുന്നേറിയവർക്ക് കൊടുത്ത വാക്കാണത്. അതുകൊണ്ട് അല്ലാഹു വലാ യദ്ലിമു റബ്ബുക അഹദ, ആരോടും ദുൽമ ചെയ്യുകയില്ല. അല്ലാഹു പറഞ്ഞില്ലേ വഅൻഫിഖു മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, അല്ലാഹു നൽകിയതിൽ നിന്ന്, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ ചിലവഴിക്കാനല്ല പറഞ്ഞത്. വഅൻഫിഖു മിമ്മാ റസഖനാകും, നാം നിങ്ങൾക്ക് റിസ്കായി നൽകിയതിൽ നിന്ന് മരണം എത്തുന്നതിന് മുമ്പായി നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, മരണം എത്തിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് അല്ലാഹു മുൻകൂട്ടി അറിയിച്ചു തരികയാണ്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ചു കാലം കൂടെ ഒന്ന് നീട്ടിത്തരാമോ എന്ന്
വൈകിപ്പിച്ച് തരാമോ, പിന്തിപ്പിച്ച് തരാമോ എന്ന് മനുഷ്യൻ ചോദിക്കുന്നതാണ്. ഞാൻ സ്വതക്ക ചെയ്തുകൊണ്ട് സിദ്ഖോടുകൂടി സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടാൻ വേണ്ടി കുറച്ചുകൂടി ആയുസ് നീട്ടി തരുമോ എന്ന മനുഷ്യന്റെ വിലാപം അള്ളാഹു മുൻകൂട്ടി അറിയിച്ചു തരികയാണ്. ആദ്യമായി ഈ കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞ എന്റെ മുഅ്മിനെ, നീ ഈ അവസ്ഥ എത്തുന്നതിന് മുമ്പ് തന്നെ തയ്യാറായിക്കൊള്ളുക. കാലാവധി എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹു നിശ്ചയിച്ച ആ ദിവസം എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹു നിനക്ക് നിശ്ചയിച്ച ആ മരണ ദിവസം എത്തിക്കഴിഞ്ഞാൽ, ഒരാൾക്കും അള്ളാഹു നീട്ടിക്കൊടുക്കുന്നതല്ല അവന്റെ ആയുസ്. അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി, നന്മയാകട്ടെ തിന്മയാകട്ടെ, റബ്ബ് അറിയുന്നവനാണ്, സൂക്ഷ്മമായി തന്നെ അറിയുന്നവനാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. ഇതാണ് വിജയത്തിന്റെ മാനദണ്ഡം. സഹോദരങ്ങളെ, ദുനിയാവിന്റെ ആളുകൾ വിജയത്തിന്റെ മാനദണ്ഡമായി നമ്മുടെ കാതിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതൊരിക്കലും നാം നമ്മുടെ കൽബിലേക്ക് ഇറക്കിക്കൂടാ. ദുനിയാവിന്റെ നിസ്സാരതയെ കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ ആഖിറത്തിന്റെ കാര്യത്തിൽ ഉറച്ച ബോധ്യമുള്ള നമ്മെ വഞ്ചിതരാക്കാതിരിക്കട്ടെ. സക്സസ് അഥവാ വിജയം എന്നും പറഞ്ഞ് അവർ പേരിട്ട് വിളിക്കുന്ന കാര്യങ്ങൾ അല്ല വിജയം. എന്താണ് അള്ളാഹു പറഞ്ഞു തന്നത്? അല്പകാലത്തെ ഈ ദുനിയാവല്ല വിജയം. ബുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഫമൻ സുഹ്സിഹ അനിൻ നാർ, എന്തിനാണ് ഈ ജീവിതം, എന്തിനാണ് ഈ ഭൂമി എനിക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചു തന്നത്? ഈ കാര്യങ്ങളൊക്കെ ഉറ്റാലോചിച്ച് ജീവിത ലക്ഷ്യം മനസ്സിലാക്കി റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്ത് ഇതൊരു പരീക്ഷണമായെന്ന ബോധ്യത്തിൽ ജീവിച്ച് അവസാനം നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും അല്ലാഹുവിന്റെ ഫളലായ, അല്ലാഹുവിന്റെ കാരുണ്യമായ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ആരാണോ ഫഖദ് ഫാസ്, അവനാണ് വിജയി. അതാണ് വിജയം. വിജയമായി ഖുർആൻ പഠിപ്പിച്ചത് ഇതാണ്. അതുകൊണ്ട് ദുനിയാവിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും അകന്നുകൊണ്ട് ആഖിറത്തിന്റെ കാര്യത്തിൽ ആഖിറത്തിന്റെ ആളുകളുടെ കൂടെ മുന്നേറാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ മുൻഗണന നൽകാനും, അവന്റെ തൃപ്തിക്ക് നമ്മുടെ തൃപ്തിയേക്കാൾ മുൻഗണന നൽകാനും, അവന്റെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാനും, അവനെ കണ്ടുമുട്ടുമെന്ന ഉറച്ച ബോധ്യത്തോടും പ്രതീക്ഷയോടും കൂടെ ജീവിക്കാനും, മരണത്തിന് മുമ്പായിക്കൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. صلى الله وسلم وبارك على نبينا محمد والحمد لله رب العالمين.